ശശി തരൂരിനെതിരെ ഇടത് സ്ഥാനാർത്ഥിയെ നിർത്തരുതായിരുന്നു. ഇടതിൻ്റേത് വലിയ തെറ്റായിപ്പോയി എന്ന് നടൻ പ്രകാശ് രാജ്. UDF സ്ഥാനാർത്ഥി ശശി തരൂരിനെതിരെ ഇടതുപക്ഷം സ്ഥാനാർത്ഥി നിർത്തിയത് വലിയ തെറ്റെന്ന് നടൻ പ്രകാശ് രാജ്. രണ്ട് മതേതര മുന്നണികളെ തമ്മിലടുപ്പിച്ച് വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ച് ആനുകൂല്യം നേടുകയെന്ന BJPയുടെ കെണിയിൽ LDF വീഴാൻ പാടില്ലായിരുന്നു എന്നും പ്രകാശ് രാജ് പറഞ്ഞു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ പ്രകാശ് രാജ്. രാജാവിനെതിരെ ഒരു വാക്കുപോലും സംസാരിക്കാൻ കഴിയാത്ത ആളാണ് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. കർണാടകയിൽ 18 വർഷമായി ഒന്നും ചെയ്യാത്ത ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് പ്രകാശ് രാജ് പറഞ്ഞു. കോടികളുടെ ആസ്തിയുള്ള കേന്ദ്രമന്ത്രി എങ്ങനെയാണ് തന്നേക്കാൾ ദരിദ്രനാകുന്നതെന്ന് മനസ്സിലാവില്ലെന്നും സ്ഥാനാർത്ഥിയുടെ സത്യവാങ്മൂലത്തെ ചൂണ്ടിക്കാട്ടി പ്രകാശ് രാജ് പറഞ്ഞു. ഈ പാർട്ടി മുഴുവൻ നുണയന്മാരാണ്. ഒരു കള്ളം 100 തവണ പറയാൻ അത് സത്യമാവുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുവെന്നും പ്രകാശ് രാജ് പറഞ്ഞു. ബാംഗ്ലൂരിൽ നിന്നും തിരുവനന്തപുരത്ത് വന്നത് ഒളിച്ചോട്ടമല്ലേ എന്നും പ്രകാശ് രാജ് ചൂണ്ടിക്കാട്ടി. കോൺഗ്രസിന് നാണക്കേട്. സൂറത്തിൽ BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ BJPക്ക് ഒരു MP കിട്ടി. ഗുജറാത്തിലെ സൂറത്ത് ലോക്സഭാ സീറ്റിൽ BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസ് സ്ഥാനാർത്ഥി നീലേഷ് കുംഭാനിയുടെയും ഡെമ്മി സ്ഥാനാർത്ഥിയുടെയും പത്രികകൾ തള്ളിയതോടെയാണ് ബാക്കിയുണ്ടായിരുന്ന BSP സ്ഥാനാർത്ഥിയും 7 സ്വതന്ത്രരും പത്രിക പിൻവലിക്കുകയും ചെയ്തു. മുകേഷ് ദലാലിന് MP ആയി അംഗീകരിച്ചുകൊണ്ട് സൂറത്ത് ജില്ലാ കലക്ടർ സർട്ടിഫിക്കറ്റ് കൈമാറി. നിലേഷിന് നിർദ്ദേശിച്ച 3 പേരും ഒപ്പ് തങ്ങളുടേതല്ലെന്ന് സത്യവാങ്മൂലത്തിൽ അറിയിച്ചതിനെ തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ നാമനിർദ്ദേശ പത്രിക തള്ളി. സൂറത്തിൽ പകരക്കാരനായ സ്ഥാനാർത്ഥി സുരേഷ് പദ്ലസയെ നിർദ്ദേശിച്ചയാളും പിന്മാറി. ഈ പത്രികയും അസാധുവായതോടെ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇല്ലാതെയായി. ഗുജറാത്തിൽ ഇന്ത്യ സഖ്യത്തിനെതിരെ ഭാഗമായി കോൺഗ്രസ് 24 സീറ്റിലും AAP 2 സീറ്റിലും മത്സരിക്കുന്നുണ്ട്. ഗുജറാത്ത് PCCയുടെ കഴിവുകേടാണ് ഈ കനത്ത തിരിച്ചടിക്ക് നാണക്കേടിനും കാരണമെന്നും ഒരു പത്രിക കൊടുക്കാൻ കഴിയാത്ത അവരാണ് ഈ രാജ്യം ഭരിക്കാൻ പോകുന്നതെന്ന് BJPക്കാർ പരിഹസിക്കുന്നു. നരേന്ദ്രമോദിയുടെ പ്രസംഗം BJPക്ക് തിരിച്ചടിയായി കോൺഗ്രസ് അത് ആയുധമാക്കുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാജ്യത്തിൻ്റെ സ്വത്ത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന നരേന്ദ്രമോദി പ്രസ്താവനയെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ്. ആദ്യഘട്ടം കഴിഞ്ഞിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിൽ മോദി നടത്തിയ പ്രസംഗം BJPക്കെതിരെ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. കടന്നുകയറ്റക്കാർക്കും കൂടുതൽ മക്കളുള്ളവർക്കും നിങ്ങളുടെ സ്വത്ത് കൈമാറുമെന്നത് അംഗീകരിക്കാനാകുമോ എന്ന് മോദിയുടെ പ്രതികരണമാണ് വിവാദമായിരിക്കുന്നത്. മുത്തലാഖ് നിരോധനത്തിലൂടെ മുസ്ലിം പെൺകുട്ടികളുടെ കണ്ണീർ തുടച്ചെന്ന് നരേന്ദ്രമോദി. മുസ്ലിം വിദ്വേഷ പ്രസംഗം വിവാദമായതിന് പിന്നാലെയാണ് മുത്തലാഖ് നിരോധനം തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കി മോദിയും മുത്തലാഖ് നിരോധനത്തിലൂടെ താൻ മുസ്ലിം പെൺകുട്ടികളുടെ കണ്ണീർ തുടച്ചെന്നത് മോദി പറഞ്ഞത്. മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി മുൻ സർക്കാരുകൾ ഒന്നും ചെയ്തില്ലെന്നും മോദി ആരോപിച്ചു. അലിഗഡിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെയാണ് മുസ്ലിം ക്ഷേമ പദ്ധതികൾ മോദി സർക്കാരിൻ്റെ നേട്ടമാണെന്ന് അറിയിച്ചത്. മോദി തിരിച്ചും മറിച്ചും പറഞ്ഞ് ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുകയാണെന്നും അത് വോട്ട് നേടാൻ വേണ്ടിയുള്ളതാണെന്നും ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ബംഗാൾ അധ്യാപക നിയമനം അഴിമതി. 2016 നിയമനങ്ങളെല്ലാം റദ്ദാക്കി ശമ്പളം തിരിച്ചു നൽകണമെന്ന് ഹൈക്കോടതി. പശ്ചിമ ബംഗാൾ സ്കൂൾ സർവീസസ് കമ്മീഷൻ SSSE നിയമന കുംഭകോണത്തിൽ മമത സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. സർക്കാർ സ്പോൺസേഡ് എയ്ഡഡ് സ്കൂളുകൾ 2016 മുഴുവൻ റിക്രൂട്ട്മെന്റ് നടപടികളും കൊൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കി. ഇതോടെ 25,573 അധ്യാപിക തസ്തികകളിലേക്ക് നൽകിയ നിയമനങ്ങൾ റദ്ദാക്കപ്പെട്ടു.
നിയമനം കിട്ടിയവർ ഇതുവരെ വാങ്ങിയ ശമ്പളം അതിൻ്റെ 12% പലിശയും ചേർത്ത് 4 ആഴ്ചയ്ക്കകം മടക്കി നൽകണമെന്നും കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിട്ടു. അതേസമയം ക്യാൻസർ ബാധിതനായ സോമദാസ് എന്ന ആൾക്ക് മാത്രം കോടതി ഇളവ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ജോലി നഷ്ടമാകില്ല. നിയമനങ്ങൾ റദ്ദാക്കുകയും CBI അന്വേഷണത്തിന് ഉത്തരവ് നൽകുകയും ചെയ്തത് 3 മാസത്തിനുള്ളിൽ CBI റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. നിയമന പരീക്ഷയിൽ 23 ലക്ഷം പേരാണ് 24,640 തസ്തികകളിലേക്കായി പങ്കെടുത്തത്. ഇതിൽ 25,753 പേർക്ക് നിയമന ഉത്തരവ് നൽകി. പരാതിക്കാരുടെ അഭിഭാഷകൻ ഈ വിവരം കോടതിയെ അറിയിക്കുകയും ചെയ്തു.